നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഗ്രീൻ ചില്ലി ബീഫ് അച്ചാർ. ഇതൊരു വെറൈറ്റി അച്ചാറാണ്. ഈ അച്ചാറിന് വേണ്ട ഇൻഗ്രീഡിയൻസ്: ബീഫ്, ഇഞ്ചി ചതച്ചത്, വെളുത്തുള്ളി ചതച്ചത്, പച്ചമുളക്, വെളിച്ചെണ്ണ, വിനെഗർ, ഉപ്പ്. ബീഫ് വലിയ കഷ്ണങ്ങളാക്കി ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ച് വെച്ചത് ചെറിയ സ്ലൈസ് കട്ടി കുറഞ്ഞ കഷ്ണങ്ങളാക്കി സ്ലൈസ് ചെയ്യുക. ഒത്തിരി കട്ടി വരല്ല, ഒത്തിരി കട്ടി വന്നാൽ അത് മൂത്ത് കിട്ടാനും അച്ചാറിനും ഒക്കെ അത്ര ബെറ്റർ ആയിരിക്കില്ല. കഷ്ണങ്ങളെല്ലാം നമ്മൾ നല്ല സ്ലൈസായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമുക്ക് ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഒത്തിരി വെളിച്ചെണ്ണയൊന്നുമില്ല വേണ്ട. ഈ ബീഫ് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആകുന്നതിന് മതിയായ വെളിച്ചെണ്ണ മതിയാവും. സ്ലൈസായി അരിഞ്ഞു വെച്ചിരിക്കുന്ന ബീഫ് നമുക്ക് ചൂടായ എണ്ണയിലേക്കിട്ട് നല്ല ബ്രൗൺ കളറാകുന്നത് വരെ ഫ്രൈ ആക്കി എടുക്കാം. ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം, കരിഞ്ഞു പോകാൻ പാടില്ല. കരിഞ്ഞു പോയാൽ ഒരു ചവർപ്പ് ഈ ബീഫിന് വരും. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് വലിയ തീയില്ലാതെ ചെറിയ തീയിൽ ഇളക്കിയിട്ട് നല്ല ബ്രൗൺ കളറാകുന്നത് വരെ ഫ്രൈ ആക്കി എടുക്കാം. സ്ലൈസ് ആയതുകൊണ്ട് അത് പെട്ടെന്ന് മൂത്തും കിട്ടും. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിച്ച് വേണം കുക്ക് ചെയ്യാൻ. ബീഫ് കഷ്ണങ്ങളെല്ലാം നല്ല ബ്രൗൺ കളറായിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇത് ബീഫ് നമ്മൾ എന്തോരം എടുക്കുന്നോ അതിനാവശ്യമായ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും വേണം ഈ അച്ചാറിന് വേണ്ടി എടുക്കാൻ. ആ ബീഫ് ഫ്രൈ ചെയ്ത എണ്ണയിലേക്ക് തന്നെ നമുക്ക് ആദ്യം കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇഞ്ചി ചതച്ചത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചത് ഇട്ട് കൊടുക്കുക. ഈ ബീഫ് ഏകദേശം 1/2 കിലോയോളം ബീഫുണ്ട്. ഒരു വെളുത്തുള്ളി, ഒരു 2 കുടം വെളുത്തുള്ളി ചതച്ചതാണ്, അത് ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു 10 പച്ചമുളക് നല്ലതായിട്ട് ഗ്രൈൻഡ് ചെയ്തത് അതും ഇട്ട് കൊടുത്ത് നല്ലതായിട്ട് മൂപ്പിക്കണം. എന്ന് വെച്ചാൽ അച്ചാറായതുകൊണ്ട് ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ നന്നായി മൂത്ത് കിട്ടണം. ശകലം ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക. ഈ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമുളകിൻ്റെയും ഒക്കെ ബീഫ് ഫ്രൈ ചെയ്ത ആ എണ്ണയിൽ കിടന്ന് മൂക്കുന്നതിൻ്റെ സ്മെല്ലെന്ന് പറഞ്ഞാൽ ഭയങ്കര സ്മെല്ലാണ്. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഈ കൂട്ടിലേക്ക് നമുക്ക് 1 സ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഈ അച്ചാറിന് വേണ്ട എരിവെന്ന് പറഞ്ഞാൽ ഈ പച്ചമുളകിൻ്റെ ഈ കുരുമുളകിൻ്റെയും എരിവ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് കുരുമുളക് പൊടി 1 സ്പൂൺ വേണം. അടിക്ക് പിടിക്കാതെ നമുക്ക് തുടരെ ഇളക്കി കൊടുത്ത് ഒന്നുകൂടെ യോജിപ്പിക്കുക. ഈ കൂട്ടിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ബീഫ് ഇട്ട് കൊടുത്ത് എല്ലാം കൂടെ നന്നായിട്ട് യോജിപ്പിക്കുക. തുടരെ ഇളക്കി കൊടുക്കുക. എല്ലാം ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം കൂടെ ഈ ബീഫിൽ നല്ലതായിട്ട് പരണ്ടിയിരിക്കണം. ഈ സമയത്ത് നമുക്ക് വിനെഗർ ഒഴിച്ചു കൊടുക്കാം. ഈ ബീഫ് അച്ചാറിന് ആവശ്യമായ വിനെഗർ മതി. ഒരുപാട് പുളിയൊന്നും വേണ്ട. ഒരുപാട് പുളി വരത്തക്ക രീതിയിൽ വിനെഗർ ഒഴിക്കല്ലേ, ഒരു ലൈറ്റ് പുളി മാത്രമേ പാടുള്ളൂ. ഈ വിനെഗർ ഒഴിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ ഈ വിനെഗർ ഈ അച്ചാറിലേക്ക് അബ്സോർവ് ആവും. പിന്നെ ഈ അച്ചാറിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് 3 ദിവസം വരെ കേടാകാതെ ഇരിക്കും. ഇടയ്ക്ക് ചൂടാക്കുകയോ ഒന്നും വേണ്ട. ഇപ്പം വെക്കേഷൻ കാലമല്ലേ, എല്ലാവരും ടൂർ പോകുന്ന സമയമല്ലേ. ഈ ഹോട്ടൽ ഫുഡൊക്കെ കഴിച്ച് മടുത്തിരിക്കുന്ന സമയത്ത് ഈ അച്ചാർ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ 1 പാക്കറ്റ് ബ്രെഡും മേടിച്ച് ഈ അച്ചാറും ബ്രെഡും കൂടെ കൂട്ടി കഴിച്ചാൽ നമുക്കൊരു ചേഞ്ചും ആവും, നമ്മുടെ വയറും കേടാവില്ല. അതുകൊണ്ട് എല്ലാവരും ട്രൈ ചെയ്യുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.